ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷാസ് കിച്ചൻ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വാൻചോ കേക്കിൻ്റെ റെസിപ്പിയുമായാണ്. അപ്പോൾ പ്രഷർ കുക്കർ ഉപയോഗിച്ച് വാൻചോ കേക്ക് ഈസി ആയിട്ട് എങ്ങനെ ഉണ്ടാക്കാമെന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കാൻ പോകുന്നത്. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. തൊട്ടടുത്തുള്ള ആ കുഞ്ഞു ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരുന്നതായിരിക്കും. അപ്പോൾ ഇതിനായിട്ട് ഒരു കപ്പോളം മൈദ, 3 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് എന്നിവ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഒരു അരിപ്പയിലിട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. ഒരു കപ്പ് നിറച്ച് മൈദ എടുത്തിട്ടില്ല കേട്ടോ. അതിൽ നിന്നും 3 ടേബിൾ സ്പൂൺ അളന്ന് മാറ്റിയെടുത്ത ശേഷമാണ് മൈദ എടുത്തിട്ടുള്ളത്. ഇനി ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കണം. ആദ്യം നമുക്ക് ചോക്ലേറ്റ് കേക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് 4 മുട്ട പൊട്ടിച്ച് വെച്ചതാണ്, 1 കപ്പ് പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ വനില എസൻസ്. വനില എസൻസ് ഒഴിച്ച ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കുക. എന്നാലേ മുട്ടയുടെ സ്മെല്ല് പോവുകയുള്ളൂ. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം. ചോക്ലേറ്റ് കേക്കും വനില കേക്കും അങ്ങനെ 2 വിധം കേക്കാണല്ലോ നമുക്ക് വാൻചോ കേക്കിനായിട്ട് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ 1 കിലോ ചോക്ലേറ്റ് കേക്കിൻ്റെ മെഷർമെൻ്റാണ് ഇപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ പഞ്ചസാരയും മുട്ടയും കൂടി നന്നായിട്ട് തന്നെ പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടി ബീറ്റ് ചെയ്തെടുക്കാം. ഇതിലേക്ക് അരിച്ചെടുത്ത ഡ്രൈ ഇൻഗ്രീഡിയൻസ് കുറേശ്ശെയായിട്ട് ചേർത്ത് കൊടുക്കാം. ഒന്ന് മിക്സ് ആകുന്നത് വരെ മാത്രം ബീറ്റർ ഉപയോഗിച്ചാൽ മതി കേട്ടോ, അല്ലെങ്കിൽ കേക്ക് ഹാർഡായി പോകും. അപ്പോൾ നമ്മളിത് മുഴുവനായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നന്നായിട്ടൊന്ന് ഫോൾഡ് ചെയ്തെടുക്കാം. കട്ടയില്ലാതെ നന്നായിട്ട് തന്നെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. കേക്ക് റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഗ്യാസ് ലോ ഫ്ലെയിമിലിട്ട ശേഷം ഒരു തട്ട് വെക്കണം. എന്നിട്ട് അതിന് മുകളിൽ ഒരു കുക്കറും വെച്ച ശേഷം അതിൻ്റെ അടിഭാഗത്ത് മാത്രം കുറച്ച് ഓയിൽ പുരട്ടി കൊടുക്കണം. ഇനി ഇതിലേക്ക് നമ്മുടെ ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. ബാറ്ററി ഒഴിച്ച ശേഷം നമുക്കിത് അടച്ചു വെക്കണം. അപ്പോൾ അടപ്പിന് മുകളിലുള്ള ആ വെയിറ്റ് എടുത്തു വെച്ചതിന് ശേഷം വേണം നമ്മൾ അടച്ചു വെക്കാനായിട്ട്. അപ്പോൾ ഇത് നമ്മൾ അടച്ചു വെച്ചു. ഇനി നമുക്ക് വനില കേക്ക് റെഡിയാക്കി എടുക്കണം. അപ്പോൾ 1 കിലോയുടെ മെഷർമെൻറ്റ് തന്നെയാണ് ഇവിടെയും എടുക്കുന്നത്. അതിനായിട്ട് 1 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ, 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/2 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ഉപ്പ് ഇത്രയും ചേർത്ത ശേഷം നന്നായിട്ട് തന്നെ ഒന്ന് അരിച്ചെടുക്കുക. അരിച്ചെടുത്ത ശേഷം ഒരു വിസ്ക് ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് നേരത്തെ ചെയ്തതുപോലെ തന്നെ അതേ മെഷർമെൻറ്റിൽ 4 മുട്ട, 1 കപ്പ് പഞ്ചസാര, 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ വനില എസൻസ് ഇത്രയും ചേർത്ത് നന്നായിട്ട് തന്നെ ഒന്ന് പതപ്പിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് കുറേശ്ശെയായിട്ട് ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു വലിയ കേക്ക് തന്നെയാണ് ഞാൻ ഉണ്ടാക്കുന്നത്. ഏകദേശം 2 കിലോ തൂക്കം വരുന്ന കേക്കാണ്. നിങ്ങൾക്ക് ചെറിയ 1 കിലോൻ്റെ കേക്ക് മതിച്ചാൽ 2 മുട്ട വെച്ചിട്ട് ഇതിൻ്റെ പകുതി മെഷർമെൻ്റ് എടുത്ത് ചെയ്താൽ മതി. പിന്നെ എൻ്റെ വീഡിയോ കണ്ട ചിലരൊക്കെ എന്നോട് ചോദിക്കാറുണ്ട്, കേക്ക് ഉണ്ടാക്കുമ്പോൾ പാല് യൂസ് ചെയ്യാറില്ലെന്ന്. അപ്പോൾ പാല് ഞാൻ യൂസ് ചെയ്യാറില്ല. സാധാരണ ഞാൻ പാൽപ്പൊടി മാത്രമാണ് യൂസ് ചെയ്യാറുള്ളത്. അപ്പോഴാണ് എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് കേക്ക് കിട്ടാറുള്ളതും. കട്ടയില്ലാതെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കണം. അപ്പോൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് റെഡിയാക്കാനായിട്ട് ഗ്യാസിലൊരു തട്ട് വെച്ച് കുക്കറിൽ ഓയിൽ പുരട്ടി ഇതിലേക്ക് ബാറ്ററി ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെയിറ്റ് ഊരിയ ശേഷം കുക്കർ അടച്ചു വെക്കാം. അപ്പോൾ ഇത് രണ്ടും കൂടി ഒരു 15 മിനിറ്റിൻ്റെ ഡിഫറൻസേ ഉള്ളൂ. അപ്പോൾ നമുക്ക് 2 കേക്കും ഒരുമിച്ച് തന്നെ ബേക്ക് ചെയ്യാൻ വെക്കുന്നത് കൊണ്ട് ടൈം ഒരുപാട് വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ ആദ്യം വെച്ചത് നമ്മൾ ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ 45 മിനിറ്റിന് ശേഷം നമുക്കിതൊന്ന് തുറന്ന് നോക്കാം.
അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കൊരു കമ്പി വെച്ചിട്ടൊന്ന് കുത്തി നോക്കണം. മാവ് ഒട്ടിപ്പിടിച്ചിട്ടൊന്നുമില്ല, അപ്പോൾ വെന്തോന്ന് അർത്ഥം. വനില കേക്കും 15 മിനിറ്റിന് ശേഷം തുറന്ന് നോക്കി, അതും വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ചൂടാറിയ ശേഷം ഇത് കൊട്ടിയെടുക്കണം. 2 കേക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് ഒന്നുകൂടി ചൂടാറിയതിന് ശേഷം 4 ലെയറാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇത് 8 ലെയറാക്കി എടുക്കാം കേട്ടോ. കേക്ക് അതിനുള്ള വലിപ്പമുണ്ട്. പക്ഷേ ഞാനിപ്പോൾ ഇത് എളുപ്പത്തിന് വേണ്ടിയിട്ട് 4 ലെയറാക്കിയിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഐസിങ് ചെയ്യാനായിട്ട് ചോക്ലേറ്റ് ക്രീം റെഡിയാക്കി എടുക്കണം. അതിനായിട്ട് ഒരു പാത്രത്തിൽ വെള്ളം തിളപ്പിച്ച് അതിലൊരു ബൗൾ ഇറക്കി അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീം ഒഴിച്ച് കൊടുത്ത ശേഷം 1 കപ്പ് ചോക്ലേറ്റ് ഇതിലേക്ക് ഇട്ട് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. അപ്പോൾ ഇത് നേരത്തെ ഞാൻ സ്റ്റിഫാക്കി വെച്ച വിപ്പിംഗ് ക്രീമാണ്. ഇതിലേക്ക് ചൂടാറിയ ശേഷം ഈ മെൽറ്റാക്കിയ ചോക്ലേറ്റ് ഒഴിച്ചു കൊടുക്കണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം ബീറ്റർ ഉപയോഗിച്ച് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ക്രീം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കേക്ക് ഐസിങ് ചെയ്യാനായിട്ട് എടുക്കാം. ഞാൻ ആദ്യം തന്നെ എടുത്തത് വനില കേക്കിൻ്റെ ഒരു ലെയറാണ്. ഇത് ഷുഗർ സിറപ്പ് ഒഴിച്ച് നന്നായിട്ടൊന്ന് നനച്ചെടുക്കണം. ഇനി ഇതിന് മുകളിൽ ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ക്രീം നല്ല സ്റ്റിഫായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ക്രീം സ്റ്റിഫായിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് ഞാൻ എൻ്റെ വൈറ്റ് ഫോറസ്റ്റിൻ്റെ വീഡിയോയിലും ബ്ലാക്ക് ഫോറസ്റ്റിൻ്റെ വീഡിയോയിലും ഒക്കെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നുണ്ട്. അത് തീർച്ചയായിട്ടും കാണണം. അപ്പോൾ 2ാമത്തെ ലെയർ ചോക്ലേറ്റ് കേക്ക് വെച്ചെടുത്തു. ഇനി ഇത് നന്നായിട്ട് നനച്ചെടുത്ത ശേഷം ഇതിന് മുകളിൽ ചോക്ലേറ്റ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇതും അത്യാവശ്യം നല്ല കട്ടിയിൽ തന്നെ ചെയ്യുക, അപ്പോഴേ കറക്റ്റ് ടേസ്റ്റ് കിട്ടുള്ളൂ. ഇനി അടുത്തത് വനില സ്പഞ്ച് കേക്ക് തന്നെ വെച്ച് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ ഇത് നനച്ചെടുക്കണം. ക്രീം സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞു. ഇനി ലാസ്റ്റ് ചോക്ലേറ്റ് കേക്ക് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കാം. ഇത് നന്നായിട്ട് തന്നെ ഒന്ന് നനച്ച ശേഷം മുകളിൽ ചോക്ലേറ്റ് ക്രീം സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ പുറംഭാഗം ശരിക്കും വൈറ്റ് ആയിട്ടാണ് ഇരിക്കേണ്ടത്. കാരണം നമ്മൾ വൈറ്റ് ചോക്ലേറ്റ് ഗനാഷൊക്കെ ഒഴിച്ചു കൊടുക്കുന്നതല്ലേ. അപ്പോൾ ഇങ്ങനെ ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. നമ്മൾ ഈ ചോക്ലേറ്റ് ക്രീം കൊണ്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് സൈഡൊക്കെ ഒന്ന് അടച്ചു കൊടുത്ത ശേഷം ഫ്രിഡ്ജിലേക്ക് വെക്കാം. എന്നിട്ട് ഒന്ന് ക്രം കോട്ട് ചെയ്തെടുക്കണം വൈറ്റ് ക്രീം കൊണ്ട്. പിന്നെ ഒന്നുകൂടി ഫൈനൽ കോട്ട് ചെയ്തെടുത്താൽ മതി. നല്ല വൃത്തിയായിട്ട് തന്നെ കിട്ടും. ഇനി നമുക്ക് ഗനാഷ് റെഡിയാക്കി എടുക്കണം. അപ്പോൾ ഞാൻ 2 പ്രാവശ്യമാക്കിയിട്ടാണ് ഗനാഷ് ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ 2 ടേബിൾ സ്പൂണ് വിപ്പിംഗ് ക്രീം ഒഴിച്ച ശേഷം ഇതിലേക്ക് ഒരു 100 ഗ്രാം വൈറ്റ് ചോക്ലേറ്റാണ് ഇട്ട് കൊടുക്കുന്നത്. ശരിക്കും നമുക്ക് ഇത്രയും വലിപ്പമുള്ള ഒരു കേക്കിലേക്ക് ഏകദേശം ഒരു 250 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും ഒരു 4 ടേബിൾ സ്പൂൺ വിപ്പിംഗ് ക്രീമുമാണ് ആവശ്യമായിട്ടുള്ളത്. ഇത് മുകളിലൂടെ ഒഴിച്ചു കൊടുത്ത ശേഷം കേക്ക് മുഴുവനായിട്ടും കവർ ചെയ്തെടുക്കണം. ഇതിന് മുകളിൽ ചോക്ലേറ്റ് കൊണ്ട് ഫ്ലവറും ലീഫും പിന്നെ ഹേർട്ട് ഷേപ്പും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കി പേര് എഴുതിയെടുത്തു. സൈഡിലൂടെ ഡ്രോപ്സും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് അറിയിക്കാനും മറക്കരുത്. എൻ്റെ മോൻ്റെ ബർത്ത്ഡേക്കാണ് ഞാൻ ഈ കേക്ക് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിരുന്നു കേട്ടോ. നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം. താങ്ക് യു.